ഇന്ന് നമ്മൾ തൃശ്ശൂർ ചേലക്കര ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു 5 കിലോ വാട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡെയുടെ മൈക്രോ ഇൻവെർട്ടർ 3 മൈക്രോ ഇൻവെർട്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 കിലോ വാട്ടിന്റെ 3 മൈക്രോ ഇൻവെർട്ടറും അതുപോലെ തന്നെ അദാനിയുടെ ബൈഫേഷ്യൽ 10 പാനലും വെച്ചിട്ടാണ് നമ്മളിവിടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റ് റൂഫിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 10 പാനലാണ്. നോർമലി 5 പാനൽ വെച്ച് 2 ലെയർ ആയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ട്രക്ചറിന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ട്രക്ചറും നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൈക്രോ ഇൻവെർട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പാനലിന്റെ താഴെയാണ്. അപ്പോൾ പാനലിന്റെ താഴെ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി പാനലിൽ നിന്നുള്ള വയസ്സ് എല്ലാം പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ഇവിടെ 4:1 4:1 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 കിലോ വാട്ടിന്റെ 3 ഇൻവെർട്ടർ ആണ്. ടോട്ടൽ 6 കിലോ വാട്ട് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ പാനൽ നമുക്ക് 10 പാനൽ ബൈഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു 5.5 കിലോ വാട്ടയാണ് പാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഉണ്ടാവത്തുള്ളൂ. പിന്നീട് നമുക്ക് 2 കിലോ വാട്ട് വേണമെങ്കിൽ ഈ ഇൻവെർട്ടറിലോട്ട് ലോഡ് ചെയ്യാനും പറ്റും. മൈക്രോ ഇൻവെർട്ടർ കൊണ്ടുള്ളൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തെങ്ങിന്റെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻവെർട്ടറിലോട്ട് മൈക്രോ ഇൻവെർട്ടറിലോട്ട് കൊടുത്തിരിക്കുന്ന പാനൽസിന്റെ ഷെയ്ഡ് ആ ഇൻവെർട്ടറിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ എന്നാണ്. ഇവിടെ നമ്മൾ ഈ സൈഡിൽ 2 പാനലാണ് മൈക്രോ ഇൻവെർട്ടറിലോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാനലിൽ നിലവിൽ ഷെയ്ഡ് ഇല്ല, പക്ഷേ എങ്കിലും നമുക്ക് ഇങ്ങനെ ഷെയ്ഡുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് വഴി നമുക്ക് ബാലൻസ് ഓഫ് 8 പാനൽ അതിന്റെ ഫുൾ പീക്കിൽ നമുക്ക് വർക്ക് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും. സ്ട്രിങ് ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് ഇതിന്റെ കോസ്റ്റ് വല്ലാതെ കൂടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എഫിഷ്യൻസി കൂടുതലാണ്. അതുപോലെ തന്നെ കസ്റ്റമറിന് നല്ല അഫോർഡബിൾ പ്രൈസിന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഇൻസ്റ്റാളേഷൻ സൈഡും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഡൈ നമുക്ക് ഡിസൈൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഡൈയുടെ മൈക്രോ ഇൻവെർട്ടർ നോക്കുകയാണെങ്കിൽ 2 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറിൽ നമുക്ക് പാനൽ 1, പാനൽ 2, പാനൽ 3, പാനൽ 4 4 പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 700 വാട്ട്സ് വരെയുള്ള പാനൽസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഈ കണക്ടർ വഴിയാണ്. അപ്പോൾ ഈ കണക്ടറിൽ നമുക്കൊരു സിംഗിൾ ഫേസ് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ഡൈയുടെ മൈക്രോ ഇൻവെർട്ടറിൽ ഒരു സിംഗിൾ ഫേസ് ഔട്ട്പുട്ട് കിട്ടും. അടുത്ത ഇൻവെർട്ടറിലും ഒരു സിംഗിൾ ഫേസ്. അങ്ങനെ 3 ഫേസിൽ നമുക്ക് ഈസിലി ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മീറ്ററിംഗ് സൈഡ് വരുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് സ്ട്രിങ് ഇൻവെർട്ടർ പോലെ ഒരുപാട് ബോക്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ മുകളിൽ നിന്ന് വരുന്ന ഒരു 3 ഫേസ് യൂണിറ്റ്, ഒരു 3 ഫേസ് ACDB വഴി നമ്മൾ നമ്മുടെ സോളാറിന്റെ എനർജി മീറ്ററിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോളാറിന്റെ എനർജി മീറ്ററിൽ നിന്ന് നമ്മൾ ഗ്രിഡ് ടൈ അവരുടെ മീറ്റർ ബോക്സിലോട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റം കൊടുക്കുന്നതോട് കൂടെ നമ്മുടെ മൈക്രോ ഇൻവെർട്ടറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആണ്. മൈക്രോ ഇൻവെർട്ടർ ആയാലും സ്ട്രിങ് ഇൻവെർട്ടർ ആയാലും ഹൈബ്രിഡ് ഇൻവെർട്ടർ ആയി കഴിഞ്ഞാലും കസ്റ്റമറിന് ആപ്റ്റ് ആയിട്ടുള്ള കസ്റ്റമറിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്ത് കൊടുക്കാറ്. നിങ്ങളുടെ സോളാറിന്റെ എൻക്വയറിക്കും ഡൗട്ട്സിനും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷന്റെ ഡീറ്റെയിൽസിനും ഞങ്ങളുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.